മോനെ നീ എടുത്തോ, വൈകുന്നേരം വരെ നിൽക്കണ്ടേ? സാറേ ഒരു ലഡു വെച്ചിട്ട് പോവാം, എടുത്തോളൂ. എന്താ മോനെ ഇന്നത്തെ പ്രത്യേകത? ആദ്യമായിട്ട് ജോലി കയറിയതിന്റെ ശമ്പളം കിട്ടുമ്പോ ഈ സന്തോഷമൊക്കെ അങ്ങ് പോകും മോനെ. അതെന്താ? അത് കൈ കിട്ടുന്നത് യാതൊന്നിനും തികയില്ലല്ലോ മോനെ, അതുകൊണ്ടാ. അനു മാഡം, അപ്പൊ ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിനാ, എടുത്താട്ടെ. 2 മാസത്തെ ലീവിനാ രാമേട്ടൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് ലഡു എടുക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് രാമേട്ടനൊന്നും അറിയാൻ പോലില്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞത്, അധികം സന്തോഷമൊന്നും വേണ്ട, ആളുടനെ തിരിച്ചു വരുമെന്ന്. തിരിച്ചു വരണമല്ലോ. പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു ജോലി ഉണ്ടായതുകൊണ്ട് തന്നെയല്ലേ എനിക്ക് ഇങ്ങനത്തെ ഒരു ജോലിക്ക് കയറാൻ പറ്റിയത്. അതുകൊണ്ട് ആ രാമേട്ടനോട് എനിക്ക് ജന്മം നന്ദി ഉണ്ടാവും. ഷുഗർ ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ കുറച്ച് എടുത്തോളൂ, എന്തെങ്കിലും നോക്കിക്കണേ, എടുക്കൂ. ഓ, അത് ഞാൻ മറന്നു. 2 എടുത്ത് വേണമെങ്കിൽ. വേണ്ട, മതി. അല്ല, വേണമെങ്കിൽ വേണ്ട. അതെ, മാഡത്തിന് ലഡു കൊടുക്കുന്നില്ലേ? മാഡത്തിന്റെ മൂഡ് എങ്ങനെയാ? കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ലഡു കൊടുത്തിട്ട് അടി വാങ്ങിക്കാൻ പോണോ? ചെന്ന് നോക്ക്. ഇനി ഈയൊരു ലഡു ചിലപ്പോ മാഡം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ? അയ്യോ, നല്ല പ്രോത്സാഹനമാണല്ലോ. അതാണ് എനിക്ക് പോരും മടി. കയറി ചെല്ലുന്നേ, ഒന്നുമില്ലെങ്കിലും മധുരം കഴിക്കാനല്ലേ. ശരിയാ, മധുരം ജീവാമൃത ബിന്ദു എന്നുള്ള പാട്ടിലൊക്കെ പാടിയിരിക്കണേ. ചെന്ന് നോക്കാം. ചെല്ലും. എന്താ ഇത്? ഇതൊരു പാക്കറ്റിൽ ഇടുക. ഒരു ഓഫീസിനകത്തേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണോ? അയ്യോ, കയ്യിൽ ലഡു ഇരിക്കുന്നോണ്ട് മുട്ടാൻ പറ്റിയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, തിരിച്ചിറങ്ങി പോയിട്ട് മുട്ടിയിട്ട് വരട്ടെ? വേണ്ട. എന്നാ ലഡു നാട്ടെ. ഇന്ന് എന്താ പ്രത്യേകത? തന്റെ ഭാര്യ പ്രസവിച്ചോ? ഇല്ല. അല്ല, സാധാരണ ഇവിടെ ലഡു ഒക്കെ കൊടുക്കുന്നത് അങ്ങനെയുള്ള ദിവസങ്ങളിലാ. അതൊരു 6 വർഷം മുമ്പ് സംഭവിച്ചു മാഡം. 1 അല്ല 2 ഇരട്ട കുട്ടികളാ. അപ്പൊ ഇതെന്താ, ജോലിക്ക് കയറിയതിന്റെ ചെലവാണോ? അതെ. ഒരുപക്ഷെ ഇതിപ്പോ ചെയ്യാൻ പറ്റില്ലെങ്കിലേ ശമ്പളം കിട്ടുമ്പോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ വൈഫ് ഒരു ആർത്തിക്കാരിയാണേ. കാശിന്റെ കാര്യത്തിൽ വലിയ തിരുമല. ശമ്പളം കൊണ്ട് ചെല്ലുന്ന ഇങ്ങനത്തെ വാതിക്കൽ ഇങ്ങനെ നിൽക്കണ്ടാവും, എന്നിട്ട് കുത്തിരിപിടി ശമ്പളം വാങ്ങിക്കുന്നേ. എന്താ ചെയ്യാ മേഡം, എന്റെ ഒരു ഗതികേട്. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവാന്ന് മാത്രം. 2 കുട്ടികളുണ്ടായി പോയില്ലേ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്നാ പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. മധുരം വേണമെന്ന് തോന്നുമ്പോ മാഡത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കാമല്ലോ. കൊടുത്ത കൊല്ലത്തും കിട്ടുന്നപ്പോ മനസ്സിലായില്ലടി കളക്ടർ മോളെ. എന്തേ പോകുന്നില്ലേ? പോവാ, പോയിക്കൊണ്ടിരിക്കുക. പോയി. അതെ, അവിടെ കാണണം. ചിലപ്പോ ഒന്ന് പുറത്തു പോകേണ്ടി വരും. ശരി മാഡം, പോവാ. ഹലോ. ഹലോ. സാറേ, സാറേ, വണ്ടി ഒന്ന് മാറ്റിയിടും. മാഡത്തിന് ഇപ്പൊ വണ്ടി എടുക്കേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോ വരാം. അതാക്കോലം കൊടുത്താൽ മതി, അവൻ മാറ്റിയിട്ടോളൂ. തപ്പിളിക്കുന്നു. ഇതാ. എന്നാ യവനെയൊക്കെ നിർത്തേണ്ടത് നിർത്തണം.
താക്കോൽ എറിഞ്ഞു കൊടുത്ത് അവന് പിടിച്ചില്ല. 05 ആണോ 6 ആണോ? 5. താനെന്താ കളിയാക്കുക? ഇതേതോ റിസോർട്ടിലെ നമ്പറാണല്ലോ. പോലീസിന്റെ അടുത്ത് നമ്പർ ഇറക്കുന്നു. അയ്യോ സാർ, അദ്ദേഹത്തിന് ഒരു അല്പം ഓർമ്മക്കുറവുണ്ട്. നമ്പർ ഞാൻ പറഞ്ഞുതരാം. 892185 ഞാനിപ്പോ പോകുന്നു, പക്ഷെ ഞാൻ ഇനിയും വരും. ഒഴിച്ചു മൂടപ്പെട്ടത് എന്തായാലും ഉഴുതു മറിച്ച് പുറത്തെടുത്തിട്ടേ ഈ കേസ് ഞാൻ അവസാനിപ്പിക്കും.